തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിൽ തിരക്കുള്ള റോട്ടിൽ ഓയിൽ ലീക്ക് ഉണ്ടായതിനെ തുടർന്ന് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. സമീപത്തെ ഹോട്ടലിൽ നിന്നടക്കമുള്ള ഡ്രെയിനേജിൽ നിന്നാണ് ഓയിൽ റോഡിലേക്ക് ഒലിച്ചിറങ്ങിയത്. വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലാണ് ഇത്തരത്തിലൊരു അപകടങ്ങൾ തന്നെ ഉണ്ടായത് എന്ന് പറയാം. ഈ ഡ്രൈനേജിൽ നിന്നടക്കം ഓവർഫ്ലോ ഉണ്ടായി നിരവധി വാഹനങ്ങൾ അപകടപ്പെടുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായത്. പിന്നീട് ഈ അപകടം വർദ്ധിച്ച സാഹചര്യത്തിൽ ഫയർഫോഴ്സ് എത്തി റോഡ് അടച്ച് വൃത്തിയാക്കുന്ന സ്ഥിതിയാണ് കാണുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ ക്ലീനിങ് പ്രക്രിയ ഇവിടെ ആരംഭിച്ചിട്ട് ഏതാണ്ട് 1 മണിക്കൂറിലധികം സമയമായി. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ നിരവധി വാഹനങ്ങളാണ്, ഇരുചക്ര വാഹനങ്ങളടക്കം ഇവിടെ അപകടത്തിൽപ്പെട്ടത്. ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ട 4 പേരെ തിരുവനന്തപുരത്തെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 2-3 വണ്ടികൾ പോണ വഴിയിൽ ഇവിടെ ഓയിൽ കാരണം സ്ലിപ്പായി വീഴുന്നത് കണ്ടായിരുന്നു. 5-6 വണ്ടിയോളം വീഴുന്നു. ആ ട്രെയിനേജിൻ്റെ ഇതിൽ തന്നെ 3 പേരാണ് ഇവിടെ ഇപ്പോൾ ആക്സിഡൻ്റ് ആയത്. അതിൽ ഒരാളുടെ കയ്യിൽ പൊട്ടലുണ്ട്. അവർ ഇവിടുത്തെ ജൂബിലി ഹോസ്പിറ്റലിലാണ് കൊണ്ടാക്കിയിരിക്കുന്നത്. കംപ്ലീറ്റ് ട്രെയിനേജിൻ്റെ ഇതാണ് ആ ഓയിലിൽ എത്രയും വന്നത്. ആ ഹോട്ടൽ വേസ്റ്റുകളാണ് കംപ്ലീറ്റ്. ആ ഹോട്ടലിലെ എണ്ണയും കാര്യങ്ങളാണ് റോഡിൽ ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഹോട്ടലിൽ തന്നെയാണ് ഈ ഓയിൽ ആയിട്ട് വന്നത്. ഹോട്ടലിലാണ് അത് നമ്മൾ ആ ട്രെയിനേജിൻ്റെ അതിൽ തന്നെ ക്ലിയറായി കാണാൻ പറ്റും. ഹോട്ടൽ വേസ്റ്റിൻ്റെ ഇതാണ് കൂടുതലും എല്ലാം ഉള്ളത്.